ഗബ്രി സീക്രട്ട് റൂമിലാണ് എന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ 100% ഉറപ്പിക്കാം, ഗബ്രി സീക്രട്ട് റൂമിലില്ല. ഗബ്രി പുറത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഗബ്രി എവിക്റ്റ് ആയ ശേഷം ലാലേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് വന്ന ശേഷം ഗബ്രിയുടെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ ലാലേട്ടൻ കാണിച്ചു കൊടുത്തു. എല്ലാവരും എവിക്റ്റ് ആകുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഗബ്രീനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഗബ്രി വോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഗബ്രി അതുകൊണ്ട് തന്നെ സീക്രട്ട് റൂമിൽ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. 100% ഉറപ്പിക്കാം, ഗബ്രി പുറത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഗബ്രി എവിക്റ്റ് ആയിരിക്കുകയാണ്. ഒരുപക്ഷെ സീക്രട്ട് റൂമിൽ ഗബ്രീനെ കയറ്റുകയാണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയേനെ. പക്ഷേ ഗബ്രി എന്തായാലും സീക്രട്ട് റൂമിൽ കയറിയിട്ടില്ല. ഗബ്രിയെ ഇനി സീക്രട്ട് റൂമിൽ കയറ്റുകയാണെങ്കിൽ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അവർ എവിക്റ്റ് ആക്കി വിട്ടത്. ഗബ്രീനെ സീക്രട്ട് റൂമിൽ കയറ്റി കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതിഷേധം തുടങ്ങും. ഗബ്രീനെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? ഇത്രയും ഹെയ്റ്റ് ചെയ്യപ്പെട്ട ഒരു മത്സരാർത്ഥിയല്ലേ? അത് ഏറ്റവും വോട്ട് കുറവ് കിട്ടിയിട്ടും എന്തുകൊണ്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല, അനീതി കാണിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോയ്ക്കെതിരെ വീണ്ടും വിമർശനങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗബ്രീനെ സീക്രട്ട് റൂമിൽ വിടാതെ നേരെ എവിക്റ്റ് ആക്കി വിട്ടത്. എന്തായാലും ഗബ്രി സീക്രട്ട് റൂമിൽ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഗബ്രി പുറത്തായിരിക്കുകയാണ്.